ഹായ് ഗൈസ്, അറുംകൊല പച്ചക്കറി മുറിക്കുന്ന പോലെ വാഴ വെട്ടുന്ന പോലെയാണ് വെട്ടുന്നത്. വെട്ട് പറഞ്ഞ ചോരയിൽ കുളിച്ചിട്ടാണ് മൊത്തത്തില്. വിഷ്വലി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. ചില സീനുകളുണ്ട് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഞെട്ടിത്തെറിച്ചിരിക്കേണ്ട സീനുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനൊരു ഡോസേജ് വരുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾക്ക് തരിച്ചിരിക്കൂലേ, ആ ഒരു ഫീലിംഗ് ആണ് സിനിമ വരുന്നത്. ഇപ്പൊ മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലായാലും തമിഴിലായാലും കന്നഡയിലും എല്ലാം ഈ ഒരു അടി ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ്. ആ രീതിയിലാണ് എന്റെ ഡയറക്ഷൻ. കിടു ഡയറക്ഷൻ തന്നെ. ആക്ഷൻ സിനിമക്ക് വേണ്ട ഒരു ഷോട്ട്, ആ ഒരു ലൈറ്റിംഗ് സംഭവങ്ങൾ, കളറിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഡാർക്ക് ടോണിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഫുള്ള് അത് മാത്രമേ ഉള്ളൂ, വയലൻസ് മാത്രമേ ഉള്ളൂ സിനിമയില്. കിടു ഷോട്ട്, കിടു ഫ്രെയിം. ചന്ദ്രു സെൽവരാജിന്റെ സിനിമാറ്റോഗ്രാഫി വേറെ ലെവൽ. പിന്നെ ഉണ്ണി മുതൽ നടത്തം, ആറ്റിറ്റ്യൂഡ്, സ്വാഗിലും വേറെ ലെവലാണ്. ഈ പടങ്ങാന ഹിറ്റായ മോനെ ഉണ്ണി മുതൽ വേറെ ലെവൽ ആക്ടറായിട്ട് മാറും. അത്രത്തോളം ഒരു അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ഉണ്ണിമുത ഷോ ആണ് ഇത് മൊത്തം. മാർക്കോതിലെ ക്യാരക്ടറിന്റെ സ്വാഗ് പിടിച്ച പടം മൊത്തം. ആ ഒരു ക്യാരക്ടർ ബിൽഡ് കിടുവായിട്ടുണ്ട്. അത് മിഖായേൽ തന്നെ കിടുവാണ്. അതുകൊണ്ടാണ് നായകർക്കാണ് വില്ലൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ആ ഒരു സംഭവം തന്നെ ഇതിലും പിടിച്ചിട്ടുള്ള ആ ഒരു ഫിഗർ അല്ല ഇപ്പൊ നമുക്ക് ഈ ഒരു പടം കാണുമ്പോൾ കിട്ടുന്നത്. ഡബിൾ ഇരട്ടി ഇമേജ് ആണ് പടം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇമോഷണലായ സീൻസ് ഉണ്ട്. ഇതൊരു അതാ പറയുന്നത്, ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. മാർക്കോ ഫാമിലിക്ക് സ്വന്തം സംഭവിച്ചാൽ പിന്നെ ഏതറ്റം വരെ പോകുന്നു ടീസറിലൊക്കെ കാണിക്കുന്നുണ്ട്. അത് ആ ഒരു സംഭവം പിടിച്ചിട്ടുണ്ട് സിനിമ പോകുന്നത്. ഇമോഷണലായ സീൻസ് ഒക്കെ എല്ലാം കിടുവായി ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുതൽ നോട്ടം, ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, കിടുവാണ്, വേറെ ലെവലാണ്. പിന്നെ എടുത്തു പറഞ്ഞിട്ട് ഡയറക്ട് ചെയ്ത ഹനീഫ് അദാനിയാണ്. വലിയൊരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടില്ല, ചെറിയൊരു കാര്യത്തിന് ബേസ് ചെയ്തിട്ടില്ല സിനിമ. അതിന് ശേഷം ഉണ്ടാകുന്ന റിവഞ്ച് സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അത് എടുത്തത് ഡയറക്ഷൻ കിടുവായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഞെട്ടിത്തെറിക്കുന്ന സംഭവം തരാൻ പോകുന്നുണ്ട്. വളരെ സാധാരണ പോലെ പോയിട്ട് എന്ന് വെച്ചാൽ മാർക്ക് അത്ര സംഭവം അല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആദ്യം കിട്ടുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ഒരു മാർക്കോ ഒരു ക്യാരക്ടറെ കാണിച്ചു ഭീകരനാണെന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ ഇമേജ് കൊടുക്കുന്നതും ആൾക്കാർ പറയുന്നതല്ല. പക്ഷെ വലിയൊരു അടിയൊന്നും നമുക്ക് കിട്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇന്റർവെല്ലിന് അടുത്തൊരു സാധനം വരുന്നുണ്ട്, ഞെട്ടിത്തെറിച്ചു പോകുന്ന സംഭവം വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പറയാനേ ഇല്ല, ഞെട്ടിത്തെറിച്ചുകൊണ്ടിരിക്കേണ്ട സാധനങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിനേക്കാൾ ഒരു പടി മുകളിലാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് രവി ബാസ്രൂറിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വേറെ ലെവൽ. ഈ പടത്തിൽ എവിടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത ഒരു സീൻ പോലും ഇല്ല. ഒരു ഷോട്ടോ സീനോ ഒന്നുമില്ല. അത്രയും എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് പടത്തെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. കിഡിലായിട്ടുണ്ട് രവി ബാസ്രൂറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. മാർക്കോന്റെ ഒരു ഐക്കോണിക് ട്യൂൺ ഉണ്ടല്ലോ, ടു 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 ടു, അതൊക്കെ രസമുണ്ട്. ഭയങ്കര ക്രൂവലായ, ഭയങ്കര റൂട്ടലായ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഫീലിംഗ് ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ഉണ്ണി മുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഫൈറ്റ് സീൻ എത്തുമ്പോഴും അല്ലാതെ ഇപ്പൊ ഇമോഷണൽ സീൻ എല്ലാത്തിനും നല്ലൊരു മ്യൂസിക് ചേഞ്ച്, ആ ഒരു വേരിയേഷനിലും കിടുവായിട്ടുണ്ട്. KGF മ്യൂസിക് ചെയ്ത ആളാണ് രവി ബാസ്രൂർ. അപ്പൊ പണി അറിയാവുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. KGF ഒരു പടം ഒരു ഫീലിംഗ് ആക്കാൻ മാറ്റാൻ മ്യൂസിക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതേ ഒരു സംഭവം ഇതിൽ നമുക്ക് കിട്ടും. മാർക്ക് നമുക്കൊരു ഫീലിംഗ് ആക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ എഡിറ്റിംഗ് കിടുവായിട്ടുണ്ട്. കട്ടും ആ ആക്ഷൻ മൂവീസ് ആകുമ്പോൾ അത് ക്വിക്കായിരിക്കണം. ആ ഒരു പേസ് സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റിംഗ്. എനിക്ക് കിട്ടും എഡിറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് സംഭവങ്ങളൊക്കെ എന്ത് രസാന്ന് അറിയാം. ഒരുപാട് ഫയറിങ്, ഒരുപാട് വെട്ട്, ബിൽഡിങ്ങിന് ഉള്ളിലുള്ള സീനുകൾ, പുറത്തുള്ള സീനുകൾ, എല്ലാത്തിലും ലൈറ്റിംഗ് സംഭവങ്ങൾ അവർ ശ്രദ്ധിച്ചു. ഒരേ ലൈറ്റിംഗ് സംഭവങ്ങൾ അവർ ഫുൾ സിനിമ മൊത്തം ഫോളോ ചെയ്തിട്ടുണ്ട്. കിടു ലൈറ്റിംഗ് ആയിട്ടുണ്ട്, അടിപൊളി കളറിംഗ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇട്ട കോസ്റ്റ്യൂം സംഭവങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ സംഭവത്തിന് വയലൻസ് ചേർന്ന സംഭവങ്ങളെ മൊത്തം ഭയങ്കര ഡാർക്കാണ്, ഭയങ്കര ക്രൂവലാണ് സിനിമ. ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹനീഫ് അദാനി തന്നെയാണ്. പക്ഷെ സ്ക്രിപ്റ്റിൽ ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് സ്പീഡ് കുറവ് തോന്നി. എന്തൊരു കാര്യം സംഭവിക്കാതെ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ തോന്നിയിട്ട് കുറച്ചു നേരം. പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ അതൊരു സിനിമക്കുള്ള ഒരു മേജർ മിസ്റ്റേക്ക് ഒന്നും അല്ല, ഒരു മേജർ സംഭവം സംഭവിക്കും. അതുവരെയുള്ള കുറച്ച് പോർഷൻസ് അത്രമാത്രം. അതാണ് ഒരിക്കലും ഒരു നെഗറ്റീവായി തോന്നിയ കാര്യം. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാല് ക്ലൈമാക്സ് നമുക്കറിയാലോ, റിവഞ്ച് സംഭവമാണ് സിനിമ എന്ന് അറിയാലോ. ആ വില്ലന്മാരോട് ഉണ്ണി മൂന്ന് ചെയ്യുന്ന റിവഞ്ച് ചെയ്യുന്നുണ്ട്, സംഭവം കാണിച്ചാൽ രസമുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഭീകരമാക്കായിരുന്നു. വില്ലന്മാർ ചെയ്ത പണി വെച്ച് നോക്കുമ്പോൾ മാർക്കോ ചെയ്ത് കുറച്ച് കുറഞ്ഞു പോയി, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും പടത്തിന്റെ ഒരു സംഭവത്തിനെയോ ഫീലിങ്ങിനെയോ ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ ഉറപ്പായിട്ട് സെക്കൻഡ് പാർട്ട് സാധനങ്ങളുണ്ട്, അതിനുള്ള വകുപ്പാക്കി വെച്ചിട്ടാണ് നിർത്തുന്നത്. ജോർജ് പീറ്ററായിട്ട് സിദ്ദിഖ് പൊളിച്ചു. ഭയങ്കര ക്രൂവലായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ, ക്രൂരനായ വില്ലനായിട്ട് മാറാൻ സിദ്ദിഖിന് പ്രത്യേക തരം ഒരു കഴിവുണ്ട്. അതിപ്പോ നമ്മൾ മിഖായേലിൽ കണ്ടാലും അറിയാം. പുള്ളി ഭയങ്കരമായിട്ട് ഒരു ആക്ഷൻ സംഭവം അതിൽ വില്ലനെ കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ അഭിനയത്തിലൂടെ തന്നെ ഒരു ക്രൂവൽ വില്ലന്റെ എല്ലാ സ്വഭാവങ്ങളും പുറത്തെടുക്കാൻ പറ്റും. അതാണ് സിദ്ദിഖിന്റെ ഒരു കഴിവാണ്. അതിൽ കാണാം. അടിപൊളിയായിട്ട് സിദ്ദിഖിക്ക. പിന്നെ അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ അപ്രതീക്ഷിതം, നമ്മൾ കേട്ടു
നമ്മളിതിന് മുന്നേയുള്ള റീലിലെല്ലാം ഇന്റർവ്യൂലൊക്കെ കണ്ടു ഒരു ഞെട്ടിപ്പിക്കുന്ന സാധനം വരാൻ പോകുന്നുണ്ട്, എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ചെയ്യിപ്പിച്ചിട്ടും ഉണ്ട് സിനിമയില്. കിടുവായി ചെയ്തിട്ടുണ്ട്. നമ്മള് പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു ആക്ടിങ് സംഭവങ്ങളുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു മാൻഡ്രസ സംഭവമായിട്ടല്ല ജഗദീഷ് ചേട്ടൻ വരുന്നത്. പുള്ളിക്കാരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് വില്ലനായിട്ടാണ് വരുന്നത്. രസമുണ്ട്. 1-2 ദിക്കിൽ എനിക്ക് ഒരു നോർമൽ ആളായിട്ട് മാറിയ പോലെ ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത ഭാഗങ്ങൾ വേറെ ലെവലാണ്. പിന്നെ ഒരു ഹിന്ദി നടൻ വില്ലൻ വരുന്നുണ്ട് ലാസ്റ്റ്. കിടു വില്ലൻ. ഈ മാർക്കോന് പറ്റിയൊരു എതിരാളിയെന്ന് നമ്മളെ കൊണ്ട് ടോട്ടലി ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തൊരു ആറ്റിറ്റ്യൂഡാണ്, സ്വാഗാണ് പുള്ളിക്കാരന് വന്നാൽ തന്നെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഹെവി വില്ലൻ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിനുശേഷം പടത്തിന്റെ ഗ്രാഫ് ഒന്നും കൂടെ ഉയർന്നു. കിഡില അഭിനയമായിട്ടുണ്ട്. കിഡിലം. പിന്നെ ആൻസൺ പോൾ അഭിനയിക്കുന്നുണ്ട് ഇതില്. കിടു വില്ലൻ. എല്ലാ പടത്തിലും അടിപൊളി വില്ലനാണ്, ഇതിലും അടിപൊളിയാണ്. എല്ലാം സ്റ്റൈലിഷ് ആൾക്കാരാണ് കേട്ടാ. എല്ലാവരും സ്റ്റൈലിഷ് ആയിട്ടുള്ള വില്ലന്മാരും സംഭവങ്ങളുമാണ്. ജഗദീഷ് ചേട്ടന്റെ മകനായിട്ട് എത്തുന്ന റുസൽ എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആള് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കോന്റെ അനിയനായിട്ട് വിക്ടറായിട്ട് വന്ന് അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരുന്നു. നല്ല ഒരു രസം ഉണ്ടായിരുന്നു സിനിമയില്. ഒരു പുള്ളിക്കാരൻ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കിടു അഭിനയമായിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് വന്ന പെൺകുട്ടി അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഓവറോൾ കിടു ഫീലിംഗ് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ്. വിഷ്വലി കാണാൻ കിടുവാണ്. മ്യൂസിക്കലി എല്ലാം അടിപൊളിയായതുകൊണ്ട് തന്നെ തിയേറ്ററിക്കൽ എഫക്ട്സ് കൂടുതലാണ് ഈ പടത്തിന്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വയലൻസ് ഉണ്ട്. ഭയങ്കര ബ്രൂട്ടൽ ക്രൂവൽ കൊലകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മൾ തന്നെ കണ്ടിരിക്കുമ്പോൾ ചില സീനുകളിലുണ്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ അയ്യോ കണ്ണടച്ചിരിക്കുന്ന സീനുകളുണ്ട്. അത്രയും ക്രൂവലാണ് പടം. അത്രയും ക്രൂവലായ കൊലകളാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല, കാണാൻ പാടില്ല. പിന്നെ ഇതൊന്നും കണ്ട് നമുക്കൊരു ഓക്കെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഓ വാവ് എന്നൊരു ഫീലിംഗ് ഒക്കെ തോന്നും. ആ ഒരു ഫീലിംഗിൽ പോയി ഈ വയലൻസ് സംഭവങ്ങൾ ആരും ജീവിതത്തിൽ അനുകരിക്കരുത്. അമ്മാതിരി വയലൻസ് സാധനങ്ങളായി കാണിക്കുന്നത്. അപ്പൊ ആസ് എ ഫിലിം കിടു ഫിലിം. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം ഉണ്ട്? നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ? ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? മാർക്കോ ഏത് ലെവൽ ഓഫ് പടമായി മാറും? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ സിനിമ അനുഭവങ്ങൾ? എല്ലാം തല കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.